യദു ഡ്രൈവർ നമ്മോടൊപ്പം ചേരുകയാണ്. യദു, ഇപ്പോൾ യദുവിനെ മാത്രമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേയറെ ഒഴിവാക്കി, സച്ചിൻ ദേവിനെ ഒഴിവാക്കി. പ്രതീക്ഷിച്ചതാണോ ഇത്, അല്ലേ? അല്ല, ഇത് കുറ്റപത്രം കൊടുത്തെന്ന് വെച്ചാൽ ഇത് ഇന്നല്ല, ഒരു 2-3 മാസം മുമ്പേ പോലീസ് റിപ്പോർട്ട് കൊടുത്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതില് 3ാമത്തെ പ്രതിയെ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 5 പ്രതികൾ ഉണ്ടായിരുന്നു. എന്റെ കുറ്റപത്രമല്ല കൊടുത്തിട്ടുള്ളത്. എന്റെ കേസ്, ഞാൻ കൊടുത്ത കേസിന്റെ ഇതാണ്, കുറ്റപത്രമാണ്. ഹലോ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും KSRTC ബസ് തടഞ്ഞ സംഭവത്തിലാണ് ഈ മേയറെയും ഭർത്താവിനെ ഒഴിവാക്കി കുറ്റപത്രം, മ്യൂസിയം പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കുറ്റപത്രം സമർപ്പിച്ചതും. അത് ഇവരെ ഈ 5 പ്രതികളിൽ 3ാം പ്രതി മാത്രം ആഡ് ചെയ്ത് ബാക്കിയുള്ള പ്രതികളെയൊക്കെ ക്യാൻസൽ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. 1, 2, 4, 5 പ്രതികളെ ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് ആര്യ രാജേന്ദ്രനെ ഒഴിവാക്കിയിരിക്കുന്നു, സച്ചിൻ ദേവിനെ ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ അരവിന്ദർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒഴിവാക്കിക്കുന്നു. വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. ആ പയ്യന്റെ പേര് കണ്ടെത്തുകയും ചെയ്തു. രാജീവ് എന്നാണ് പേര്, രാജീവ്. അതിന് കുറ്റം KSRTC ഡ്രൈവർ, അതായത് യദുവിന് മാത്രമാണ്. ഇപ്പം കുറ്റം വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ വെച്ചുള്ളൂ. കുറ്റം വരുന്ന ഞാൻ എന്തോ അങ്ങോട്ട് പോയി അടികൂടിയ പോലെയാണ് ഇവര് പറയുന്നത്. അതിന് എതിരായിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ ഇപ്പൊ കോടതിക്കകത്ത് 3ാം കോടതിയിലാണ് ഇപ്പൊ നടക്കുകയാണ്. കേസിന് വേണ്ടിട്ട് കയറണം, ഇനി കുറച്ച് കഴിയുമ്പോൾ കയറണം. അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യദുവിന്റെ തീരുമാനം, അല്ലേ? കോടതി പറഞ്ഞിട്ടല്ലേ ഇവര് FIR ഇട്ടത്. പോലീസുകാര് ഞാൻ ആദ്യം പരാതി കൊടുത്തിട്ട് എന്റെ പരാതി, 2ാമത്തെ പരാതി കൗണ്ടർ പരാതി പറഞ്ഞല്ലേ ഇവര് കേസെടുത്ത്. അപ്പൊ ഞാൻ ആദ്യം പരാതി കൊടുത്തിട്ട് ഇവരെടുക്കാതെ നേരെ ഞാൻ കോടതി പറഞ്ഞിട്ടല്ലേ പോലീസുകാര് FIR ഇട്ടത്. അതെ. അപ്പൊ അതുകൊണ്ട് അതേപോലെ കോടതി പറഞ്ഞ് ഇനിയിപ്പോ ബാക്കിയുള്ള പ്രതികളെയും പ്രതി ചേർക്കണമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതി കയറി കൊടുക്കാൻ പോവുകയാണ്. അന്ന് നടന്ന ഇൻസിഡന്റ് എല്ലാം കോടതി കയറി പറയാൻ പോവുകയാണ്. അങ്ങനെ കോടതിയിലാണ് ഇപ്പോൾ യദു ഉള്ളത്, അല്ലേ? ആയിട്ട് ഒരാൾ ഉണ്ട് കേട്ടോ, 6ാമത്തെ പ്രതിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രതിയെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അത് കണ്ടക്ടറാണ്. മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അവനും ഇതിന്റെ ഭാഗമല്ലേ. അപ്പൊ അവൻ പ്രതിയാവാതിരുന്നാൽ ശരിയാവൂലല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇവരിത്രയും തോന്നിയ ദിവസം കാണിക്കുകയില്ലേ. അതെ അതെ. ഇപ്പോൾ യദു കോടതിയിലാണല്ലേ? ഞാൻ 3ാം കോടതിയിലുണ്ട്. 3ാം കോടതി. യെസ്. നന്ദി യദു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.